ഇതെന്താ വെറൈറ്റി ഓംലേറ്റാ? വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നല്ല ചൂടാവുന്ന സമയത്ത്, അതായത് കല്ല് ചൂടാവുന്ന സമയത്ത്, നമ്മളെ കല്ല് ചൂടാവുന്ന സമയത്ത് മുട്ട പൊട്ടിച്ച് ഗ്ലാസ്സിൽ വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ അരിഞ്ഞ ഉള്ളിയും പച്ചമുളകും കൂടി അതിനകത്തോട്ട് ഇടുന്നു. അങ്ങനെ വരട്ടി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, മുട്ട കൊത്തി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അത് കുറെ കാലമായി ഞാനിതാ പണി ഉണ്ടാക്കുന്ന അപ്പന്മാരും അറിയാതെ പറയൂ, പണിയെടുക്കും തിന്നും. ജീവിതത്തിന്റെ ഭാഗമല്ലേ അതൊക്കെ. അങ്ങനെ ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് നമ്മുടെ വിഷമങ്ങളൊക്കെ കരഞ്ഞ് ഇവിടെ തീർക്കൂട്ടോ, അത് പറയണേ. എന്നിട്ട് നമ്മളിങ്ങനെ സങ്കടത്തിന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് പച്ചമുളക് ഇങ്ങനെ ഈ പച്ചമുളക് ഇങ്ങനെ കുഞ്ഞാക്കി ഇങ്ങനെ ആയിരിക്കും. സങ്കടത്തിന്റെ ഭാഗമായിട്ട്. അതെ അതെ അതെ. അതായത് വൈരാഗ്യ ബുദ്ധിമുട്ടായിട്ട് അല്ല കേട്ടോ അത്. അല്ല. അതിനുശേഷം നമ്മൾ അതിങ്ങനെ എടുത്തിട്ട് എണ്ണ ചൂടായ ഇതിലേക്ക് ഇടണം എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മുട്ട ആംപ്ലേറ്റിന്റെ ആ ഒരു ഭംഗി ടേസ്റ്റ് കിട്ടില്ല. മനസ്സിലായോ? അതിനെന്താ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് അരിഞ്ഞതിന് ശേഷം കുഞ്ഞാക്കി അരിയണത്. എന്നിട്ട് കുഞ്ഞാക്കി അരിഞ്ഞേക്കണം കേട്ടോ. കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് വേണം ഇതൊക്കെ. അതായത് കാന്താരി മുളകാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല കാന്താരി മുളകില്. ഈ നമ്മുടെ വറ്റൽ മുളക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് അറിയുമോന്ന് അറിയത്തില്ല. അത് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊലി അത്ര നല്ലതല്ല. മനസ്സിലായോ? അങ്ങനെ നമ്മൾ കല്ലിൽ ചൂടായിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ എന്താക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഈ ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മുട്ടയിലേക്ക് ഇട്ടതിന് ശേഷം നല്ല ചൂടായിരിക്കും നമ്മൾ ഒറ്റ ഒഴിക്കലാണ്. ഒഴിച്ചിട്ട് ഇങ്ങനെ മുട്ട ഒഴിക്കും. മുട്ട കൊത്തി ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്താക്കുന്ന അറിയോ, മുട്ട നമ്മൾ കൊത്തി ഒഴിച്ചതിന് ശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തീ കുറച്ച് വെക്കണം. അതെന്തിനാണെന്നറിയോ? അപ്പൊ ആണ് അത് സംഭവിക്കുക, ഞങ്ങൾ പറഞ്ഞ സംഭവം. അതെ 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 അല്ലേ? ഞങ്ങൾ ഇതുവരെ കാണാത്ത സംഭവം. അതെ, തീർച്ചയായും. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞരടണം. ഈ ഞരടം എന്താണെന്നറിയോ, കുറച്ച് ഉപ്പും കൂടി ഞാൻ തരുവാണെങ്കിൽ. അത് തന്നെ. എവിടെ ഉപ്പ് പൊടി ഇരിക്കുന്നേ? മുട്ട ഇങ്ങനെ എടുത്തതിന് ശേഷം അത് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണം എല്ലാവരും. അതിനുശേഷം നമ്മളിങ്ങനെ മുട്ട എടുത്തതിന് ശേഷം ഇങ്ങനെ കൈ പിടിച്ചിട്ട് നല്ല കത്തിന്റെ മുറിച്ചുള്ള ഭാഗം കൊണ്ട് പതുക്കെ വെട്ടിയതിന് ശേഷം ഇങ്ങനെ അതിനകത്ത് തൊണ്ട് പോരുത് കേട്ടോ. ഇങ്ങനെ എടുത്തതിന് ശേഷം കറക്റ്റ് ഇതിനകത്ത് ഒഴിക്കുക. അതിനകത്ത് തന്നെ ഒഴിക്കണം. അത് കറക്റ്റായിട്ട് ഒഴിച്ചാൽ മാത്രമാണ് അതിനകത്ത് ആ രീതിയിലാവുള്ളൂ. അത് മനസ്സിലായില്ലേ? അങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്താക്കുന്നത്, അങ്ങനെ ഇപ്പം ഞാൻ ഇതിനകത്ത് 4 മുട്ടയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ആ മുട്ടത്തോടിലൊക്കെ ഒരു മുട്ട പൊരിക്കാനുള്ള ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്നറിയോ, അത് നമ്മൾ അവസാനം വരുന്നത് കൊളസ്ട്രോൾ കൂടാനുള്ള സാധനമാണ്. അത് നമ്മൾ ഒരു കാരണവശാലും അങ്ങനെയാണ് അതിന്റെ ശാസ്ത്രം. ശരി, ഇട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഇളക്കണം. അങ്ങനെ ഇളക്കണം. നല്ല സ്മൂത്തായി കിട്ടാനാണ്. നിങ്ങൾക്ക് അതായത് ആ വെള്ളയും മുട്ടയുടെ മഞ്ഞയും കൂടെ ഒരുമിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ശരി. എടാ മക്കളെ ഒന്ന് തൊള്ള കൂട്ടി വെക്കണം. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണിച്ചു തരും, നോക്കിക്കോ. അപ്പൊ ഇങ്ങനെയാണ് മുട്ടയ്ക്ക് നമ്മുടെ ചില മനുഷ്യന്മാരുടെ സ്വഭാവം പോലെയാണ് മുട്ടേന്റെ സ്വഭാവം. വെള്ളയുണ്ട്, ചുവപ്പുണ്ട്. അതിനകത്ത് അത് നല്ല മനുഷ്യന്മാരാണെങ്കിൽ എന്താ വെച്ചാൽ രണ്ടും കൂടെ ഒന്നിച്ച് സ്നേഹിക്കും നമ്മള്. ചില ആൾക്കാർ ഈ ചില മുട്ട വന്നാൽ നമ്മള് കുറെ നേരം ഇങ്ങനെ കിടന്നിട്ട് ഷബിൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ നോക്കി എന്താ നോക്കി, സൂപ്പർ അല്ലേ? അതിനുശേഷം തന്നെ ഉപ്പിന്റെ നീര് കലക്കിയതുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ സാധാരണ എല്ലാവരും ഇടുന്ന ഉപ്പ് പൊടിയാണ്, അതൊരിക്കലും ശരിയല്ല. അതിങ്ങനെ ഉപ്പ് നീര് നമുക്ക് 4 മുട്ടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഈ സ്പൂണിന് ഒരു കഴിക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അടിക്കുക. വീണ്ടും 1-2 തവണ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഉള്ളിയിലും പച്ചമുളകും കൂടിയാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുട്ട പുറത്തോട്ട് പോകുന്നുണ്ടോ സംശയം. ഇല്ല, ഒരു കാര്യമില്ല. പതേന്റെ ഭാഗമല്ല. ഇത് ലേശ സൗണ്ട് കുറയ്ക്കും അല്ലേ?
മൊത്തത്തില് ഇവിടെ ഇപ്പൊ ഒന്ന് എന്താ വെച്ചാൽ നമ്മളെ ആഘോഷപരമായ അതുകൊണ്ട് പിന്നെ അതുകൊണ്ടാ നമ്മളാരും അതിനകത്ത് അവരുടെ എൻജോയ്മെന്റ്. ഉപ്പ് ലേശം കുറവുണ്ടായിരുന്നു. ഞാനത് ആ മുട്ട കുടിച്ചു തീർക്കുവോ? ഇല്ല നിങ്ങൾക്ക് വേണം ടെസ്റ്റ് ചെയ്യാം. അല്ല വേണ്ട. അപ്പൊ ഇങ്ങനെ കല്ല് അടുത്ത് വെക്കാൻ പോകും. നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുക അതിനകത്ത് കല്ല് ചൂടായ സമയത്ത്. ഇത് കല്ലല്ലേ ചട്ടി? ആ അതെ തന്നെ, ചീനച്ചട്ടി ചൂടായ സമയത്ത്. അതിനുശേഷം നമ്മൾ കല്ല് ചൂടായി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എന്താക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇതിന് ആ നോസ് പ്ലെയർ ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചിറ്റിക്കുക. അതായത് വെളിച്ചെണ്ണ ഇങ്ങനെ ചിറ്റി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. അതിന് ശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ഒരു 2 സെക്കൻഡ് അതിന് ശേഷം നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിക്കുകയാണ് ഇതിനകത്ത് കേട്ടോ. അത് സംഭവിക്കും. നമുക്ക് തോന്നുന്നത് ഇതിപ്പോൾ മുട്ട വേറെ ഒരു ലെവലിലേക്കാണ് വരാൻ പോകുന്നത്. ഇനി നിങ്ങൾ ആരും ഇത് കഴിച്ചിട്ടുണ്ടാവില്ല, ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല. അത് 100% ഗ്യാരണ്ടി നമ്മൾ ഉറപ്പ് കൊടുക്കുന്നത്. ഉണ്ടോ സൈഡ് ഇങ്ങനെ പൊള്ളി വരുന്നതാണെന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ പൊള്ളി നിങ്ങൾ വീട്ടിൽ ആര് പൊരിച്ചാലും ഇങ്ങനെ വരാറില്ല. ഇതിൻ്റെ ഒരു ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് അതിങ്ങനെ. മനസ്സിലായോ? ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റിലേക്ക് വരുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് നമുക്ക് ആംബ്ലേറ്റ് വേണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് മറിച്ചിടാം. പക്ഷെ നമ്മൾ ഈ ചട്ടിയിലായതുകൊണ്ട് നമ്മൾ ആംബ്ലേറ്റ് അല്ലായിരുന്നു ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് ആള് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ഓൾറെഡി നേരത്തെ പൊരിച്ചൊരു ഇതാണ് നമ്മൾ. അതായത് അത് നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇങ്ങനെ എല്ലാവർക്കും എത്തുമെന്ന് വിചാരിച്ച് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അതെല്ലാവർക്കും എത്തൂല. മനസ്സിലായോ? മാർഗങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇതിലേക്ക് ഇട്ടുക, ഇതിങ്ങനെ ഇളക്കി എടുത്തതിന് ശേഷം ഇതാണ് ആ സംഭവം. അതെ. ഇത് നല്ല എന്താ വെച്ചാൽ നല്ല ചൂടോടുകൂടി ഇതിനകത്തിട്ട് ആക്കിയതിന് ശേഷം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതിനകത്തോട്ട് ഇടേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മല്ലിച്ചപ്പ്, പിന്നെ കറിവേപ്പില, ഇതെല്ലാം ഒരു 4-5 ഒക്കെ ഇടാവുള്ളൂ. അധികം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതിന് ശേഷം കുറച്ച് പുതിന ഇടുക. അതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ ഇതിന് മേലെ ഒരു തക്കാളിനെ 2 പീസൊക്കെ മുറിച്ച് വെച്ചാൽ കുറച്ചും കൂടി നന്നാവും. പക്ഷെ അതെല്ലാം നമ്മളൊരു സാധാ വീട്ടിലാകുമ്പോൾ അതൊന്നും നമുക്ക് ഉള്ളത് വെച്ച് നമ്മള് സെറ്റാക്കും. ഇപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇതിന്റെ ഒരു, അതായത് ഇപ്പൊ ഒരു 90% ആയി. ഇല്ല അത് വേഗം അങ്ങ് തിന്നാ മതി. സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ. ഓക്കെ. അടിപൊളി. അപ്പൊ ആള് കൂടിയ ഇനി മുതൽ മുട്ട ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. തീർന്നോ? മല്ലിച്ചപ്പുണ്ട്, പക്ഷെ ഇത് വയസ്സായി പോയി. ഡിലേ ആയിപ്പോയി. അത് നിർത്താൻ സെറ്റാവില്ല. ഇത് എപ്പോഴും അഴിച്ചു വെച്ചാൽ ആൻറ്റി. അതെ അമ്മ, നമുക്ക് ഈ സാധനങ്ങളുടെ ഒരു കുറവ് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെ നമ്മൾ ഈ രാത്രി 11 മണിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പ്ലാനിങ് ഇല്ല, പെട്ടെന്നുള്ള പ്ലാനിങ്. അതെ. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്ന കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ടേസ്റ്റിയും കുറച്ചും കൂടി സെറ്റപ്പ് ആക്കാനുള്ള മാർഗങ്ങളുണ്ട് നമ്മുടെ അടുത്ത്. മുട്ടയിൽ ആരും ചെയ്യാത്തൊരു പരിപാടികളാണ്. ഒരു 2 കഷ്ണം ഇഞ്ചി ഇടുക, 1 കഷ്ണം വെളുത്തുള്ളി ഇടുക എന്നുള്ള രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറിന് ഗ്യാസ് ട്രബിള് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വ്യത്യാസപ്പെടുത്തിയെടുക്കാം. പക്ഷെ ഇതൊന്നും ആരും ചെയ്യലില്ല. പക്ഷെ എന്താ വെച്ചാൽ ഇതൊരു വെറൈറ്റി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഈ മുട്ട നിന്ന് കൂടുതലായിട്ട് രാത്രി 11 മണിക്ക് 12 മണിക്ക് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറിന് അസ്വസ്ഥത. അതെ. അതാണ് അതിനകത്തുള്ള വിഷയം. ഇതിനകത്ത് ഇനി ലാസ്റ്റ് ഫൈനൽ എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് നമ്മൾ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെപ്പർ. മനസ്സിലായോ? ഇത് വാങ്ങുന്ന ഘട്ടത്തിൽ നമ്മൾ പെപ്പർ ഇട്ടിങ് എടുക്കുക. നല്ല ഫോട്ടോയോട് കൂടിയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഓക്കെ താങ്ക് യു. വെൽക്കം.